ഹലോ ഗൈസ്. ഹായ് ഗൈസ്. എങ്ങോട്ടാ? ആൾക്കാർ നോക്കണം. എങ്ങോട്ടാ? ഒർലാൻഡോ. എന്തിനാ? ഡിസ്നി വേൾഡ്. ബൈ ബൈ. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഹായ് വിച്ചുമോൻ. അങ്ങനെ അത് രാവിലെ നമ്മൾ എന്നിട്ട് റെഡി ആയിട്ട് പോവാണ് അല്ലേ? അങ്ങനെ ഇവിടെ എത്തി. ഊബർ ഇവിടെ വരെ വരുള്ളൂ. ഇവിടെ നിന്ന് ഇനി നടന്ന് നമ്മൾ പോയി ഇവിടെ നിന്ന് മോണോറോയിൽ അല്ലെങ്കിൽ ഫെറി വഴിയാണ് നമ്മൾ പോകേണ്ടത്. കാഴ്ചയൊക്കെ കണ്ട് നൈസായിട്ട് നമ്മൾ ഫെറിയിലാണ് പോകുന്നത്. അങ്ങനെ ദത്താണ് ഒന്നുകൂടി സൂം ചെയ്യാം. ഇതാ കാണുന്നതാണ് മാജിക് കിങ്ഡം. അങ്ങനെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങണം. അവിടെ വരെ നടക്കണം. കുറച്ചുള്ളൂ. നമ്മളിപ്പോൾ പാസ് എടുക്കാൻ നടക്കാണ്. അവിടെ എത്തുമ്പോൾ നമുക്ക് പാസ് കിട്ടും. ഇതാണ് വിച്ചുമോൻ്റെ പാസ്, ഇതെൻ്റെ പാസ്. ക്യൂട്ട്. പോവാം. അപ്പം ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിലാണ് മിക്കുള്ളത്. ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് വാങ്ങിക്കൊണ്ട് വന്ന മിക്കി മൗസിൻ്റെ ഹെയർ ബാൻഡ് ഞാൻ വെച്ചിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞത്. ആദ്യം വെച്ച് നോക്കി തലതിരിഞ്ഞു പോയി. പിന്നെ ഞാൻ കറക്റ്റായിട്ട് വെച്ചു. അടിപൊളി അടിപൊളി. വീഡിയോ എടുക്കാണോ? ചോദിച്ചിട്ടൊക്കെ എടുത്തൂടെ? മിക്കി മൗസ് പോകുന്നുണ്ട്. പിള്ളേരെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട്. ഹലോ. പൊന്നോ, ഇനി ഇങ്ങോട്ടാ നമ്മ? ഇതാണ് നമ്മൾ നേരത്തെ ദൂരേന്ന് കണ്ട സിൻഡ്രലാസ് കാസിൽ. ഇച്ചുമോൻ, നമ്മളെങ്ങോട്ടാ പോണേ? ഇതൊരു കുഞ്ഞൊരു റോളർ കോസ്റ്റർ.
എന്നെ മൈൻഡ് ചെയ്യാണ്ട് പോണോക്കെ. നമ്മളിപ്പോൾ പോകുന്നത് പിക്സി ഡസ്റ്റ് എന്ന് പറയുന്ന ഒരു മാജിക്കൽ പൗഡർ അന്വേഷിച്ചാണ്. ഇവിടുത്തെ ഒരു വിശ്വാസപ്രകാരം ആ ഒരു പൗഡർ വെച്ച് വിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് എന്താണോ വിഷ് ചെയ്തത് അത് നടക്കും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അത് വെച്ച് വിഷ് ചെയ്യാൻ പോവാണ്. Thank you. സിൻഡ്രല്ലേനെ കാണാനുള്ള ക്യൂവിലാണ്. ഗ്രെയിൻസ് ഉണ്ട്, പക്ഷേ സിൻഡ്രല്ല ഷൂ അവിടെയുണ്ട്. അകത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസ് ഇടാണ്. ആക്ച്വലി ഇത് പിള്ളേരുടെ പരിപാടിയായിരുന്നു. നമ്മൾ വഴിതെറ്റി കയറിയതാണ്, പക്ഷേ ഇറ്റ് വാസ് നൈസ്. അടുത്തത് കാണാൻ പോകുന്ന എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ. കടലിൻ്റെ അടിയിലാണ്. സ്ലോ മോഷനിൽ വയ്ക്കണേ. ഇതൊരു പരേഡാണ്. ഇത് കാണാൻ വേണ്ടി ഒരുപാട് ഞങ്ങൾ നടന്ന് ഇവിടെ എത്തി. കറക്റ്റ് ടൈമിങ്ങിൽ ആണ് ഈ പരേഡ് കാണാൻ പറ്റിയത്. വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ടുവന്ന ലിസ്റ്റിൽ ഉള്ള എന്തോ ഒരു സാധനം വാങ്ങാൻ നിൽക്കുക. കാണിക്ക്. ഓ മിക്കി മിക്കി. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഞങ്ങൾ ലേറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇതൊരു കുട്ടി റൈഡിൽ കയറാൻ പോവാണ്. ഈ ലോകത്തുള്ള എല്ലാ പാവകളും ഇതിനകത്തുണ്ടാവും.
ഇത് നേരത്തെ കാണിച്ച മാജിക് പൗഡർ പോലത്തെ വേറൊരു സംഭവമാണ്. ഇവിടെ ഒരു വിഷ് ബുക്ക് വെച്ചിട്ടുണ്ട്. ഇതിനകത്തും നമ്മൾ എന്തെങ്കിലും ആഗ്രഹം എഴുതാന്നുണ്ടെങ്കിൽ അത് നടക്കും എന്നാണ് പറയുക. ഇതിലും ഞങ്ങൾ ഒരു ചെറിയൊരു വിഷ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ പരേഡൊക്കെ കണ്ട് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ജംഗിൾ ക്രൂസ് എന്ന് പറയുന്നൊരു റൈഡാണ്. എല്ലാവരും അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹൈപ്പൊക്കെ തന്ന ഒരു സംഭവമാണ്. പോയി നോക്കട്ടെ. They're supposed to come and pick you up. I don't know what happened. Maybe they got scared by a wild animal. Now, I don't want to get wet. At the count of three, we're going to lean to the right. 1, 2, and 3. Please lean to the right, lean to the right, lean to the right, lean to the right. Almost there, a little bit more, a little bit longer. All right, we made it. Thanks everybody for helping out, except for the lady in the back. Everybody look at her. She was so scared she couldn't move. I love you! Hey, how you doing? See, it works. Then the first thing you guys started to here for. Now most of you did this week to be here. I know you guys did. Please, now big round of applause for the 8th wonder of the world, the backside of fire. Inside the boat at all times, and super class children, no plastics in the tunnel. It's a fire hazard. Make it look twice. No. That's not today. Get down. That's only on Tuesday. Get down. Don't worry, it's not gonna come. Now wait, we are not there yet. Please let me put your hands on the election side of the boat at all time and super fast children. Now, I'm gonna ask you. ഇത് പൈററ്റ്സ് ഓഫ് ദി കരീബിയൻ എന്ന് പറയുന്ന മൂവീനെ ബേസ് ചെയ്തിട്ടുള്ള റൈഡാണ്. ലെറ്റ്സ് ഗോ. I humbly accept this magnificent treasure. അങ്ങനെ നടന്ന് വയ്യാതായപ്പോൾ നമ്മൾ ഈ പാർക്കിന് ചുറ്റും ഓടുന്ന ഒരു ട്രെയിനിൽ കയറി കുറച്ച് നേരം ഇരുന്നു, ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട്. അപ്പം നടക്കണ്ടല്ലോ, കുറച്ച് നേരം ഇരിക്കാമല്ലോ. നല്ല പച്ചപ്പും ഹരിതാപയും ഒക്കെ ഉള്ളൊരു നല്ലൊരു വഴിയായിരുന്നു. നാട്ടിലൊക്കെ എത്തിയൊരു ഫീൽ. ഓ, അടിപൊളി വ്യൂ അല്ലേ? നല്ല ഭംഗിയുണ്ട്. ആ സ്കൈ നോക്ക്. അല്ലേ, ക്രിസ്മസ് ട്രീ.
ലൈറ്റ്സ് നോക്ക് അല്ലേ, എന്നാ അടിപൊളിയാ. ഇതും കൂടി കൂട്ടി 10ാമത്തെ കടയാണ്. ഒരു മാഗ്നറ്റ് നോക്കി. മാഗ്നറ്റ് എവിടെയും കിട്ടിയില്ല കേട്ടോ. മാഗ്നറ്റ് വാങ്ങാന്നുള്ള ആഗ്രഹം ഞങ്ങൾ രണ്ടാളും ഉപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ. അങ്ങനെ ഡിസ്നി വേൾഡ് ടൂർ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് പോവുകയാണ്. ബൈ. ബൈ ബൈ.